ഇതാണ് രാജേട്ടൻ, എന്റെ ഒരു അമ്മാവിന്റെ മകൻ. ഞാൻ വേണു. കേട്ടിട്ടുണ്ട്. എന്താ പ്രത്യേകിച്ച്? ഞാൻ ദേവിയുടെ അച്ഛനെ കാണാൻ വന്നതാണ്. ഓഹോ, ഞാൻ ഇവളുടെ പിറന്നാളായതുകൊണ്ട് വന്നതാ. അച്ഛൻ വരാൻ വൈകുമെന്ന് തോന്നുന്നു. വേണുവേട്ടൻ പോയിക്കൊള്ളു. ഞാൻ അച്ഛനോട് ഫോൺ ചെയ്യാൻ പറയാം. ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ രാജൻ. സിഗരറ്റ്? നോ താങ്ക്സ്. ആരോടും സ്നേഹമായിട്ട് പെരുമാറില്ല. വേണുവേട്ടനെ പറ്റി കേൾക്കുന്നതേ ദേഷ്യമാണ്. സാരമില്ല, ഞാൻ പിന്നെ വേണുവേട്ടന് എന്ത് തോന്നിക്കാണോ ആവോ? അയാൾക്ക് കയറി വരാൻ കണ്ടൊരു സമയം. എന്നാലും ചേച്ചി എന്തിനാ വേണുവേട്ടനെ പറഞ്ഞയച്ചത്? വഴക്ക് കൂടാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണല്ലോ ഒരുത്തൻ. ശല്യമായി. അമ്മാവിന്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. രാജേട്ടന്റെ ഉപദ്രവം കുറെ കൂടുന്നുണ്ട്. ഒരു ദിവസം 3-4 കൂട്ടുകാരെയും കൂട്ടി എന്റെ ഹോസ്റ്റലിൽ വന്നിരുന്നു. അവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറ്റ പാട്. ഞാൻ അച്ഛനോട് പറയാൻ പോവാ, അയാളെ ഇനി ഇങ്ങോട്ട് കയറ്റരുതെന്ന്. സ്വന്തം വീട്ടിലുള്ളത് മുഴുവനും കുടിച്ച് നശിപ്പിച്ചു. ഇപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് അവരെ കൂടി നശിപ്പിക്കാൻ. കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഒരു സുഖമുള്ള കാര്യമാണ് അല്ലേ ദേവി? എന്താ ഇപ്പോഴങ്ങനെ തോന്നാം? ഇതുവരെ അങ്ങനെ തോന്നേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓഫീസ് വിട്ടാൽ കടൽക്കരയിലോ റെസ്റ്റോറന്റിലോ ചെന്നിരുന്ന് സമയം കളയുകയായിരുന്നു പതിവ്. ഇപ്പൊ എന്നെ കാത്തിരിക്കാൻ എന്റെ ഗിറ്റാറിന്റെ ശബ്ദം കേൾക്കാൻ ഒരാളുണ്ടല്ലോ. വേഗം തമാശ കേൾക്കണോ? പണ്ടൊക്കെ വെക്കേഷന് മാത്രമേ ഞാൻ ചെറിയമേരി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് പോരും. ചെറിയമ്മയും മകളും വിചാരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന. ഇതിലെന്താ എത്രയും പേടിക്കാൻ? വേണുവേട്ടൻ ഒന്നും അറിയണ്ട. അച്ഛനോട് ഞാൻ ചോദിക്കാം. നിങ്ങളൊക്കെ വലിയ വീട്ടുകാരല്ലേ ദേവി? വീട്ടുകാരെയാണോ വേണുവേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നത്? എന്നെയല്ലേ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ആരോടും മിണ്ടാതെ ഞാൻ ഇറങ്ങിപ്പോരും. വേണുവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കൊരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യാതെയായി. ഞാൻ വേണുവേട്ടൻ്റെതും വേണുവേട്ടൻ്റെ എന്റേതുമായിരുന്നു. ഞങ്ങൾ വളരെയേറെ അടുത്തു. അടുപ്പം. കരയാതിരിക്കൂ. എന്നിട്ടെന്തുണ്ടായി? ഞാൻ ഗർഭിണിയായി. വേണുവായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു മകൾ എനിക്കില്ല എന്ന് ഞാൻ കരുതുമായിരുന്നു. ഏതായാലും ഇനി താമസിപ്പിക്കണ്ട. കഴിയും വേഗം നിങ്ങളുടെ വിവാഹം നടത്താം. വേണുവിനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയും. ദേവിയാണ്. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം പറഞ്ഞു. നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ അച്ഛൻ ആദ്യം ദേഷ്യപ്പെട്ടു. പിന്നെ വേണുവേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത്. ആശ്വാസമായി. അച്ഛൻ എന്ത് പറയുമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? അച്ഛൻ വേണുവേട്ടനെ കാണാൻ കാത്തിരിക്കാണ്. വിവാഹത്തെ പറ്റി പറയാൻ ഞാനിത് പുറപ്പെടുകയാണ്. ബാക്കിയുള്ള നേരിട്ട് പറയാം.
എന്റെ വേണുവേട്ടൻ മരിച്ചു. ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച ഞാൻ വീട്ടുകാർക്കൊരു പ്രശ്നമായിരുന്നു. അച്ഛന്റെ അന്തസ്സിനെ പറ്റി, കോൺവെന്റിൽ പഠിച്ചിരുന്ന അനിയത്തിയുടെ ഭാവിയെ പറ്റി ഞാൻ ആലോചിച്ചു. ആലോചിക്കും തോറും ഞാൻ തളരുകയായിരുന്നു. ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് ബുദ്ധി. നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ നിർബന്ധിക്കാൻ പോവുകയാണ്. രാഘവനെ വിവാഹം കഴിക്കണം. വേണ്ട, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അച്ഛനെ എന്നെ നിർബന്ധിക്കരുത്. എന്നാൽ ഇവൾ തെരുവിൽ കിടന്ന് പ്രസവിക്കട്ടെ അമ്മാവ. അമ്മാവിന് ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായിരുന്നു കരുതിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലാതെ കണ്ടവനുണ്ടാകുന്ന കുട്ടിയെ ചുമന്നു നടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. എനിക്ക് വിവാഹം വേണ്ട. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. നിനക്കൊരു അഞ്ചത്തി കൂടി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. നാളെ അവളെ ആലോചിച്ച് ആരെങ്കിലും വന്നാൽ ചേച്ചിയെ പറ്റി കേട്ട് അവൾ തിരിച്ചു പോകാനുള്ള അവരല്ല. അമ്മാവൻ ഇങ്ങോട്ട് വരണം. ഇവളുടെ സമ്മതം നോക്കിയിരുന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മാവന് തലപൊക്കി നടക്കാൻ പറ്റില്ല. ഞാനൊരു വഴി പറഞ്ഞുതരാം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കരുതെന്നാണല്ലോ അവൾ വാശി പിടിക്കുന്നത്. നമുക്ക് നിർബന്ധിക്കാൻ പോണ്ട. ഈ നാട്ടുകാരും അറിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവൾ താമസിപ്പിക്കാം. അവൾ അവിടെ ഒന്ന് പ്രസവിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വഴങ്ങിയോ? വഴങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഞാനൊരു പെണ്ണല്ലേ. ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ ആളൊഴിഞ്ഞൊരു വീട്ടിൽ ഞാൻ താമസമാക്കി. അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു. പക്ഷേ പ്രസവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്റെ കുഞ്ഞിനെ കാണാതായി. മാനസിക വിഷമങ്ങൾ കാരണം ഹൃദയം പൊട്ടി എന്റെ അച്ഛൻ മരിച്ചു. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. പലതവണ ഞാൻ മരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എന്റെ അനീതിക്ക് വേണ്ടി ഞാൻ ജീവിക്കണമായിരുന്നു. ഏകാന്തത മാത്രം എനിക്ക് കൂട്ടായി. അല്ലെങ്കിൽ അത് മാത്രം ഞാൻ ഇഷ്ടപ്പെട്ടു. പേരുവെട്ടിന്റെ ഗിറ്റാറും അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ അടങ്ങിയ ആൽബവുമായിരുന്നു എന്റെ ഈ ആശ്വാസം. ഒരു ദിവസം ചേച്ചിക്കൊരു കത്തുണ്ട്. ആരുടേതാ? ആരുടേതെന്ന് അറിഞ്ഞില്ല. മേച്ചപ്പുറത്ത് കിടക്കുന്ന കണ്ടു. നിന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇന്ന് രാത്രി 10 മണിക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ അടുത്തുള്ള ഔട്ട് ഹൗസിൽ വരിക.